മഴയത്ത് നിറഞ്ഞൊഴുകുന്ന അകലാപ്പുഴയാണ് ഈ കാണുന്നത്. നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും കക്കോടിയിൽ വെള്ളം നിറഞ്ഞ ആ സ്ഥലം. ഇതുണ്ട് ഒരു ചെരുപ്പ് ഒലിച്ചു വരുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ അവിടുത്തെ സ്ഥിതി. വെള്ളം ഒലിച്ചു പോകുന്നുണ്ടോ? മഴക്കാലം ഇടമുറിയാതെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ മഴക്കാലത്തെ ഞാൻ താമസിക്കുന്നിടത്ത് കോഴിക്കോട് ബദിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുത്തെ കാഴ്ചകളാണ്, ഗ്രാമത്തിലെ കുറച്ച് കാഴ്ചകൾ, മഴക്കാല കാഴ്ചകളാണ്. മഴക്കാലത്ത് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. എൻ്റെ ബാക്കിൽ കണ്ടോ, റോഡുകളൊക്കെ പൊളിഞ്ഞ് കിടക്കുക, വെള്ളം നിറഞ്ഞ് കിടക്കുക. ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ മുൻവശമാണ്. ഈ വയലിലൊക്കെ വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. റോട്ടിലോട്ട് എത്തിയിട്ടില്ല, പക്ഷെ നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥിതിയാണ്. 2-3 ദിവസം ഇടമുറിയാത്ത മഴയായിരുന്നു. അതിൻ്റെ ഫലമാണ് ഈ വെള്ളക്കെട്ടൊക്കെ. പക്ഷെ നമുക്ക് റോട്ടിലോ നമ്മുടെ വീട്ടിലോട്ടൊന്നും വെള്ളശല്യം ഇല്ല. വലിയൊരു ഭാഗ്യമാണ് അത്. പല സ്ഥലത്തും വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. പക്ഷെ നമുക്ക് ദൈവം സഹായിച്ച് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇവിടെ മഴയായി കഴിഞ്ഞ് നല്ല മീനുണ്ട് ഈ വയലിൽ. പിള്ളേരൊക്കെ ചൂണ്ടയിടാൻ വരും. ഇവിടെയൊക്കെ ഇതിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നല്ല മീനുകളെ കിട്ടും. ഞാൻ പിന്നെ ചൂണ്ടയിടുന്ന പരിപാടി ഇല്ല, എനിക്കിഷ്ടമാണ്, പക്ഷേ ഞാൻ അതിനൊന്നും ടൈമില്ല, അതാണ് പ്രശ്നം. മഴയായതുകൊണ്ട് തന്നെ നമുക്ക് ദൂരോട്ടൊന്നും പോകാൻ പറ്റില്ല യാത്ര. അതുകൊണ്ട് ഈ പരിസരത്തെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നല്ല മഴയുള്ള സമയങ്ങളാണ്. എല്ലാവരും സുരക്ഷിതരായിട്ട് ഇരിക്കണം. അതുപോലെ തന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സ്കൂളൊന്നുമില്ല, പക്ഷേ ചൂണ്ടയിടാൻ പോകാനോ അല്ലെ മീൻ പിടിക്കാൻ പോകാനോ വെള്ളത്തിൽ കളിക്കാനോ ഒന്നും പോകാതിരിക്കുക. അതുപോലെ തന്നെ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ശ്രദ്ധിക്കുക. 2 വീലറിൽ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം റോട്ടിലൊക്കെ കുണ്ടും കുഴിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് കക്കോടിയിൽ നിങ്ങളൊക്കെ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. അവിടെ ആ വഴി മുഴുവൻ വെള്ളം നിറഞ്ഞെടുക്കുകയാണ്. കക്കോടി ടൗണിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുമ്പം ആ ടൗൺ കഴിഞ്ഞ ഉടനെ പഞ്ചായത്തിൻ്റെയൊക്കെ ബേക്ക് വശത്താണിത്, ആ പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ട്. അപ്പോൾ അവിടുത്തെ സ്ഥിതിയാണിത്. ഇതൊക്കെ നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൽ കൂടുതൽ വെള്ളമായിട്ടുണ്ട്. ഒരുപാട് പേര് അവിടെ, ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ വീട്ടിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ്. വളരെ ദയനീയമായ ഒരു സ്ഥിതിയാണ്. എനിക്ക് തോന്നുന്നു പിന്നെ വരൾച്ചയേക്കാൾ കൂടുതൽ മഴയത്താണ് കൂടുതൽ അപകടങ്ങളും ബുദ്ധിമുട്ടുകളും ജനങ്ങൾക്കുണ്ടാവുന്നത് എന്ന് തോന്നുന്നു. കണ്ടോ, കുത്തിയൊലിച്ച് വരികയാണ്. ആ വെള്ളമൊക്കെ കൂടെ ഈ ഓവുചാലിലോട്ട് ഇറങ്ങിയിട്ട് കുത്തിയൊലിച്ച് പോകുന്ന കാഴ്ചയാണ്. ഇതിന് തൊട്ടപ്പുറത്തൊരു പുഴയുണ്ട്, കക്കോടിപ്പുഴ. അതിൽ നിന്ന് കയറുന്ന വെള്ളമായിരിക്കാനാണ് സാധ്യത. ആൾക്കാർക്കൊക്കെ മുട്ടറ്റം വെള്ളമുണ്ട്. ആ അടുത്തൊക്കെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അവരെയൊക്കെ വീട്ടിൽ നിന്ന് അവിടുന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഒരു ചെരുപ്പ് കണ്ടോ ഒലിച്ചു വരുന്നത്. ചെരുപ്പ് മാത്രമല്ല, കുറച്ചും കൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഒരു ചാക്ക് കണ്ടോ വരുന്നത്. ഈ ചാക്കിൽ എന്താണെന്നറിയില്ല, വേസ്റ്റാണോ അതോ തേങ്ങയോ അങ്ങനെ എന്തോ ആയിരിക്കാം. അതും ഇതാ ഒലിച്ചു വരുന്നുണ്ട്. വീടുകളിൽ നിന്നുള്ള സാധനങ്ങളാണ് ഇതൊക്കെ, വെള്ളം കയറിയിട്ട് വരുന്നതാണ്. ഇങ്ങനെയുള്ള വെള്ളം ഉള്ളിടത്തൊന്നും യാത്ര ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം എവിടെയാണ് അപകടം പതിയിരിക്കുന്നതെന്ന് അറിയില്ല. ഇനി നമ്മൾ വെള്ളത്തിലിറങ്ങിയാലും നമുക്ക് വല്ല രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും ഉണ്ട്. മഴ പെയ്താലേ ഇതുപോലുള്ള ദുരിതക്കാഴ്ചകൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. തൊട്ടടുത്തുള്ള വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ട് അവിടെ നിന്നുള്ള ചെരുപ്പൊക്കെ ഒലിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് കക്കോടിയിലാണ്. കക്കോടി ഞാൻ ടൗണിലോട്ട് വന്നാണ്, അപ്പോൾ കണ്ട ദുരിതക്കാഴ്ചകളൊന്നാണിത്. തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. വാഹനങ്ങളുടെ സൗണ്ട് കാരണം പറയുന്ന എത്രമാത്രം മനസ്സിലാവുമെന്നറിയില്ല. നമ്മുടെ കക്കോടി ടൗണിനോട് ചേർന്ന് ഒരു പുഴയുണ്ട്. ആ പുഴയുടെ കാഴ്ച നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. അവിടെ ഒരു വീടുണ്ട്, ആ വീടിൻ്റെ അടുത്തൊക്കെ വെള്ളം കയറി. അതാ കാണുന്നതാണ് പുഴ. നമ്മൾ ആ പാലത്തിലൂടെ നടക്കുകയാണേ. ഇതാണ് ആ പുഴ നിറഞ്ഞ കവിഞ്ഞു. ഈ പുഴയുടെ കരയിലാണ് പഞ്ചായത്ത് ഓഫീസുള്ളത്.
ഇതാണ് കക്കോടി പഞ്ചായത്ത്. ഈ കാണുന്നതാണ് കക്കോടി പഞ്ചായത്ത് ഓഫീസ്. ഇതിന് ബേക്കിൽ ചെറിയൊരു പാർക്കുണ്ട്, നടക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അതിൻ്റെ ബേക്കിലാണ് പുഴ. അങ്ങനെ കക്കോടിയിൽ നിന്ന് ഞാനും വൈഫും കൂടെ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ കൂടത്തുംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് നിറയെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന റോഡ്. ഇത് ആ ഓവുചാലിൽ നിന്ന് റോഡിലോട്ട് കയറിയതാണ്. നിറയെ വെള്ളമുണ്ട്. ഇവിടെ സാധാരണ വെള്ളം കയറാത്തതാണ്. ഇപ്രാവശ്യം ഇവിടെയും വെള്ളം കയറി. നമുക്ക് വയനാട് യാത്രകൾ ഒരുപാട് പെൻഡിങ് ആണ്. മഴയായതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ഇന്നൊക്കെ ഞാൻ പോകണമെന്ന് വിചാരിച്ചതാണ്. അപ്പം ഭയങ്കരമായ മഴയായിരുന്നു രാവിലെ. മഴയത്ത് നമ്മൾ യാത്ര ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ്. അതിൻ്റെയൊക്കെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. നമ്മൾ യാത്ര ചെയ്യും. വയനാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നിങ്ങൾ മുന്നോട്ട് എത്തിക്കാൻ. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത് ഒരു പുഴയുണ്ട്, അകലാപ്പുഴ എന്ന് പറയും. അപ്പോൾ അകലാപ്പുഴയുടെ ഭാഗമായിട്ടാണ് ഈ ഓളോപ്പാറ വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അതായത് ആ പുഴയിലൂടെയാണ് ഹൗസ് ബോട്ടും തൊഴിൽ ബോട്ടും അങ്ങനെയെല്ലാം വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ പുഴയുടെ മറുവശത്തേക്കാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകൾ എന്താ നോക്കാം, ഈ മഴക്കാലത്തെ കാഴ്ചകൾ. ഇപ്പം മഴയൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. പോയി നോക്കാം. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ മഴക്കാലത്ത് അവിടുത്തെ സാഹചര്യം അല്ലെ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളാണുള്ളത്. ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. നമുക്ക് വെള്ളത്തിലൂടെ നടന്നു പോകണം. ആ ദൂരെ കാണുന്നതാണ് അകലാപ്പുഴ. 2-3 ചേട്ടന്മാർ തോണിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. അതിലെ വെള്ളത്തിലൂടെ വേണം നമുക്ക് അങ്ങോട്ട് നടക്കാൻ. നമ്മളിപ്പോൾ വന്നതേ ഈ വെള്ളത്തിലൂടെ. ഞാൻ പാൻ്റൊക്കെ പൊക്കി പിടിച്ച് മുട്ടറ്റം വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നടന്നു വന്നത്. എനിക്ക് വീഡിയോ എടുത്ത് നിങ്ങളെ ഇവിടുത്തെ സാഹചര്യങ്ങൾ കാണിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്ത് ഇങ്ങോട്ട് വന്നത്. ഇല്ലെങ്കിൽ ഞാൻ വരാത്തതാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ കാഴ്ച, മഴയത്ത് കാണിക്കേണ്ട കാഴ്ച മഴയത്ത് തന്നെ കാണിക്കണം. അപ്പോഴാണ് അതിൻ്റെ ഭംഗി. ഇക്കരയാട്ടോ ബോട്ട് സർവീസ് ഉള്ളത്. ഓളോപ്പാറ അകലാപ്പുഴയാണത്. അകലാപ്പുഴ അകലാപ്പുഴയിലെ ഞാൻ അങ്ങ് പോകുന്നില്ല. കാരണം അതാണ് അകലാപ്പുഴ എന്ന് പറഞ്ഞ പുഴ. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഓളോപ്പാറയുള്ളത്. ഓളോപ്പാറ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഹൗസ് ബോട്ടിങ്ങും ബോട്ടും അങ്ങനെ പെഡൽ ബോട്ടും ഒക്കെ സൗകര്യമുണ്ട്. നല്ല ഭക്ഷണം കിട്ടും. പക്ഷെ മഴക്കാലത്ത് നിർത്തി വച്ചിരിക്കാൻ തോന്നുന്നു. ഈ പിന്നിൽ കാണുന്നതാണ് അകലാപ്പുഴ. ഓളോപ്പാറ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഈ പുഴയിലാണ് കേട്ടോ. ഇതിൽ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, കണ്ടുപോയിക്കോളും. നല്ല കിടില സ്ഥലമാണ്. ഇവിടെ പുഴയൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബോട്ട് സർവീസൊന്നും ഇല്ല എന്നാണ് എൻ്റെ തോന്നൽ. ശാന്തമായ ഈ വെള്ളം കടന്നു വേണം നമുക്ക് പോകാൻ. ഇപ്പം മഴയ്ക്കൊരു ശമനമുണ്ട്, ചെറിയൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മഴയുള്ള സമയങ്ങളിൽ പരമാവധി പുറത്തു പോകാതെ വീടുകളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ സുരക്ഷിതം. പിന്നെ മക്കളൊക്കെ ആണെങ്കിൽ വെള്ളത്തിൽ ചാടാൻ പോക്കോ അല്ലെങ്കിൽ മറ്റ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുകയൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഒന്ന് കാല് തെറ്റി വീണാൽ തന്നെ അപകടം വരാം.
അതുപോലെ തന്നെ നമ്മൾ ചെളിവെള്ളത്തിലൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പം പല രോഗങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, സുരക്ഷിതരായിരിക്കുക. ഇവിടെ ഒരു കുട്ടി പാലമുണ്ട് കേട്ടോ. വിശ്വസിച്ചിലൊന്നും കയറാൻ പറ്റില്ല. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. നല്ലൊരു കുട്ടി പാലം കണ്ടോ. ഞാനിതിൽ കയറുന്നില്ല, തിരിച്ചു പോകണം. മഴക്കാലത്ത് എല്ലാവരുടെയും ഒരു ഹോബിയാണ് മീൻപിടുത്തം. കുഴപ്പമില്ല, നല്ലതാണ്. മീൻപിടുത്തമൊക്കെ രസമുള്ള കാഴ്ചകളാണ്. പക്ഷേ നല്ല മഴയുള്ളപ്പം മീൻപിടുത്തമൊക്കെ ഒഴിവാക്കണം. കാരണം കാല് തെറ്റിയൊന്ന് വഴുതി വീണാൽ മതി, ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഇനിയിപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. മഴക്കാലമാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു മറ്റേ വരൾച്ചയേക്കാൾ കൂടുതൽ അപകടങ്ങളുണ്ടാകുന്ന സമയം. കോടിയ വേനലിൽ നമുക്ക് അപകടങ്ങൾ കുറവായിരിക്കും. പക്ഷേ മഴക്കാലത്ത് നമുക്ക് പ്രളയമായിട്ടും ഉരുൾപൊട്ടലായിട്ടും അങ്ങനെ എന്തും ചിലപ്പോൾ തെന്നി വീഴാം, വെള്ളത്തിൽ വീഴാം. അങ്ങനെയൊക്കെ നമുക്ക് അപകടങ്ങൾ കൂടുതൽ സംഭവിക്കുന്ന സമയം കൂടിയാണ് മഴക്കാലം. എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ചിലരുടെയൊക്കെ മനസ്സിലൊരു തോന്നലുണ്ടാവും, ഞാൻ സുരക്ഷിതത്വത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോയി വീഡിയോ എടുക്കുന്നത് എന്തുകൊണ്ടാണ്. ഞാനൊരു വ്ളോഗറാണ്, ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. പക്ഷേ സാഹസികമായിട്ടുള്ള യാത്രകളോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും ശ്രമിക്കാറില്ല. വളരെയധികം സുരക്ഷിതനായിട്ടും അത്രയും കെയർ ചെയ്തിട്ടുമാണ് ഞാൻ ഓരോ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതും വീഡിയോ ഒക്കെ എടുക്കുന്നതും. അപകടം പിടിച്ച സ്ഥലങ്ങളിലോട്ട് ഞാൻ പോകാറില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞതും. പിന്നെ യാത്രയിലൊക്കെ നമുക്ക് എന്തുകൊണ്ട് സംഭവിക്കാം, അവിചരിതമായിട്ട്. അത് നമ്മൾ വരുത്തി വയ്ക്കുന്നതല്ല, വന്നു ചേരുന്നതാണ്. അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ മഴക്കാല കാഴ്ചകൾ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. നമ്മുടെ പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം. മഴയൊന്ന് കുറഞ്ഞോട്ടെ. ബായ്. റോഡാണ്. ആ റോഡിനുണ്ടല്ലേ ചേർന്ന് വെള്ളം നിറഞ്ഞെടുക്കുന്നുണ്ട്. റോഡിലോട്ടൊന്നും എത്തിയിട്ടില്ല. ഇതൊരു തോട്ടാണ്, ആ നിറച്ച് വെള്ളം നിറഞ്ഞെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബൈ ബൈ.